ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നോമ്പൊക്കെയാണ്. നോമ്പ് മുറിച്ച് കഴിഞ്ഞാലൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണിത്. പിന്നെ നമുക്കിത് കുടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ദാഹവും വിശപ്പും എല്ലാം മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്ന അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒരു ബൗളെടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് റാഗിയും 1/4 കപ്പ് കുത്തിയ ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അതിനാ രണ്ടും ഒരുമിച്ചിട്ട് എടുത്തിന്ന് മാത്രം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 4 മണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതാ 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 1.25 കപ്പോളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 2 കപ്പ് വരെ ഇടട്ടോ. ഇവിടെ ഇപ്പോൾ നല്ല പാലിൽ തേങ്ങയായതുകൊണ്ടെന്ന് ഞാനൊരു 1.25 എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു തരിതരിപ്പ് മാറാൻ വേണ്ടിയിട്ട് ഒരു 2 വട്ടം വീണ്ടും അരിച്ചെടുക്കട്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ 2 വട്ടം കാണിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഞാനിവിടെ ഒരു 3 പ്രാവശ്യം ഞാനിത് അരിച്ചെടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു റാഗിൻ്റെ ആ ഒരു തരിതരിപ്പ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കട്ടിയാണെങ്കിൽ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുറച്ച് ലൂസാക്കി കൊടുത്താൽ മതി. കാരണം അധികം തിക്കാൻ പാടില്ല കേട്ടോ. കുറച്ചൊന്ന് ലൂസിൽ തന്നെ നമ്മളിത് ചൂടാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് ഇത് ചൂടാകുമ്പോൾ കുറച്ച് തിക്കായിട്ട് വരുത്താം കേട്ടോ. ഇനി ഇവിടെ ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് കുറച്ചും കൂടി ഞാൻ ലൂസാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇനി നമുക്ക് കൈയെടുക്കാണ്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കലാണ്. ഒരു 15 മിനിറ്റോളം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇനി ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചിട്ട് കാഷ്നട്ടും അതുപോലെ കിസ്മിസും വെച്ചിട്ട് ഒന്ന് വറുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എന്ന് വെച്ചാൽ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് കുറച്ച് ലൂസായ ടൈം തന്നെ ആയിരിക്കണം ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. എന്നാൽ ഇതിൻ്റെ ചൂട് പോയി കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി നമുക്ക് കുടിക്കേണ്ട രീതിയിൽ തിക്കായി കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മളിത് തിക്കാക്കിയിട്ട് നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പം ഇത് നല്ല കട്ടിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി കട്ടി കൂടിയതാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇനി ഇത് ഞാനൊരു സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണിത്. പിന്നെയെന്ന് വെച്ചാൽ നോമ്പൊക്കെ അല്ലേ, നോമ്പ് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്ലാസ് കുടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ബെസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്